സിംഹം കഴിഞ്ഞാൽ ഉള്ള വൈറ്റ് ഫോഴ്സ് ഇങ്ങനത്തെ ജീവികളുണ്ടല്ലോ, ഈ പുലി, കടുവ അങ്ങനെയൊക്കെ ആയിക്കോട്ടെ, അങ്ങനെയുള്ള സാധനങ്ങളിൽ ഏറ്റവും കൂടുതൽ വൈറ്റ് ഫോഴ്സ് ഉള്ള ഒരു ജീവിയാണ് കങ്കൽ എന്ന് പറഞ്ഞ ഈ ഇനം കേട്ടോ. അവർക്ക് അത്രയും വൈറ്റ് ഫോഴ്സ് ഉണ്ടാവും. പിന്നെ ടിബറ്റന്റെ കടി കൊണ്ടില്ലേ, അതുകൊണ്ട് ടിബറ്റന്റെ കടി നമ്മൾ മറ്റേ എപ്പിസോഡ് കണ്ടുവരുന്ന ആൾക്കാരല്ലേ, ഇപ്പൊ കാണിച്ചിട്ട് ശരിയാവില്ല. ടിബറ്റന്റെ ഇപ്പൊ നിങ്ങൾ ഈ എപ്പിസോഡാ കാണുന്നെങ്കിൽ ഇതിന് മുന്നത്തെ കടി വീഡിയോയിൽ നമുക്കൊരു കടി കിട്ടിയിട്ടുണ്ട്. അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ആ ഒരു വീട്ടിൽ തന്നെ 3 ഡോഗാണ്. ഒരു 2 ഡോഗിന്റെ ചലഞ്ച് നമ്മൾ കഴിഞ്ഞു. മൂന്നാമത്തെ കങ്കൽ കരുതാക്കാണോ കാണിക്കണം. ശരി, പിന്നെ കരുതാക്കാട്ടോ. അപ്പോൾ ഓൾറെഡി നമ്മളിപ്പോൾ ഒരു വീഡിയോ കഴിഞ്ഞിരിക്കുന്നത്. ഇത് ഇൻട്രോ നമ്മൾ പറയാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം അറിയാം. ഇതിന് തൊട്ട് മുമ്പത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ അതിൽ നമുക്ക് 2 ടിബറ്റൻ മസ്റ്റിഫ് ആയിരുന്നു ഡോഗ് ഉണ്ടായിരുന്നത്. അതിൽ 2 ഡോഗിനെ ചലഞ്ചിൽ ഒരു ഡോഗ് നമ്മളെ ബൈറ്റ് ചെയ്തു. അത് അതിൻ്റെ സസ്പെൻസ് ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ എന്നാലും വീഡിയോ കയറി കാണും. അതിൻ്റെ കണ്ടിന്യൂഷനാണിത്. ഞങ്ങളിത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് ആയില്ല, അത് കഴിഞ്ഞ് അതിനെ മാറ്റിയിട്ട് അടുത്ത ആൾ ഇതിങ്ങനെ മറ്റേ കുപ്പിയിൽ നിന്ന് മറ്റേ ഭൂതം വരുന്ന പോലെ വന്നുകൊണ്ടിരിക്കുക. ഒരു വീട്ടിൽ തന്നെ ഒരു സ്ഥലത്ത് തന്നെ ഇവർക്ക് അബിയത്ത് എന്നല്ല, അബീൻ്റെ പേരെന്താ, അബിയത്ത്. അതായത് ഇതാണ് കേട്ടോ ആള്. നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അത് കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ തന്നെ. അബിയത്തിൻ്റെ അടുത്ത് ഇപ്പം ഓൾറെഡി ഞങ്ങൾ 2 ഡോഗിൻ്റെ വീഡിയോ കഴിഞ്ഞു. പിന്നെ 2 ടിബറ്റനുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരെണ്ണം കടിച്ച് സമാധാനമാക്കി വെച്ചേക്കുവാണ്. ഇനിയിപ്പോൾ അടുത്ത നമ്മുടെ ഡോഗ് അതായത് കങ്കൽ. ഇവൻ എത്ര ഏജായി? 6 വയസ്സായി. ഓക്കെ. നമ്മൾ അത് പപ്പിയായിട്ട് കൊണ്ടുവന്നാണോ അതോ നേരത്തെ ഉണ്ടായിരുന്നു? കൊണ്ടുവന്ന. ശരി. മെയിലോ ഫീമെയിലോ? മെയില്. ഇതിനിപ്പേ ഷാജിപ്പാപ്പൻ വേണോ, ഞാൻ പോരെന്ന് ചോദിച്ച പോലെ നീ ഇവിടെ നിന്നാ മതി. ജോമൻ നോക്കുന്നുണ്ടോ? ജോമനെ മൊബൈൽ ഇങ്ങനെ പിടിച്ചവനാണോ? മറ്റേ കടിക്കുന്നുണ്ടായിരുന്നു ജോമനെ, നിനക്ക് ഇഷ്ടപ്പെട്ടോ? അത് നമ്മള് ക്യാമറ പിടിച്ചോണ്ടിരുന്നപ്പോൾ വരയ്ക്കാൻ പാടില്ലാത്തോണ്ട് കൈ വെച്ച് ബാക്കിയെല്ലാം വരച്ചു. നല്ല രസമുള്ള. അപ്പൊ എന്നാ അഭിത്തെ ഞങ്ങൾ അവനൊന്ന് പോയി കാണാം. അവന്റെ പേര് വിട്ടോയി. ധ്രുവ. ധ്രുവ. അപ്പോൾ ഓൾറെഡി ഒരു കടിയെല്ലാം കഴിഞ്ഞുകൊണ്ട് ഞങ്ങളിത് ഈ 1 2 3 4 5 നമ്മൾ എത്ര 6 ഞങ്ങൾ ഈ 6 ഞങ്ങൾ 6 പേരാണ് ദൃക്സാക്ഷികൾ. അപ്പോൾ അതേ ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ പറയാൻ കാരണം വെച്ചാൽ നമ്മൾ സാധാരണ വീഡിയോ ഒന്നും അല്ലല്ലോ. ഇപ്പോൾ ഓൾറെഡി നമ്മൾ 2 ഡോഗിനെ ചലഞ്ച് ചെയ്ത് കഴിഞ്ഞ് നെക്സ്റ്റ് ഒരു ഡോഗും കൂടി ആണല്ലോ, ഒരു കെനലാണ് ഇവരുടെ. അപ്പം അവിടേക്ക് വന്നതാണ്. അപ്പോൾ ഇത് ഇൻട്രോ നമ്മൾ മറ്റേ നോർമൽ ഇൻട്രോ പോലെ അല്ല. ഞങ്ങളിങ്ങനെ അതിൻ്റെ കഴിഞ്ഞിരുന്നതുകൊണ്ടും ആ കടി കിട്ടിയതിൻ്റെയൊക്കെ ഒരു സീനൊക്കെ ഞങ്ങളിങ്ങനെ സംസാരിച്ചിരുന്നതുകൊണ്ടും എല്ലാവരും എനിക്ക് തോന്നുന്നു കുറച്ച് നേരത്തേക്ക് ഡെസ്പായിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നല്ലേ ആ ഒരു നിമിഷത്തിൽ. കാരണം കടിയാണല്ലോ വന്നേക്കുന്നത്. അപ്പോൾ ഈ കടീൻ്റെ സീൻ ഇതാണ്. പാൻറ്റ് കീറിയിട്ടുണ്ട്. ഇതിൻ്റെ സീൻ കാണണമെങ്കിൽ ഈ വീഡിയോ ഞാൻ കാണിക്കുന്നില്ല. ആ കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കയറി കണ്ടാൽ മതി. അപ്പോൾ ഏകദേശം അറിയാം. ഇപ്പോൾ നമ്മൾ പോകുന്നിടത്താരെ ധ്രുവ. ധ്രുവ എന്ന് പറഞ്ഞാൽ കങ്കലാണ്. നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാൻ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ചാനലിൽ ഇതിനു മുന്നേ ഒരു കങ്കലിനെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട് അതെൻ്റെ ഒരു ഡു ഓർ ഡൈ വീഡിയോ എന്ന് പറയുന്നുണ്ട്. ഇതാണ് ധ്രുവ. ധ്രുവ എന്താണ്? ഇവിടെ പുള്ളി മറ്റേ ഒരു പ്രേതമയമാണല്ലോ. ചങ്ങല അവിടുന്ന് വീഴുന്നു, ചങ്ങല ഇവിടുന്ന് വീഴുന്നു. എന്താണ് ധ്രുവ? വേറെ കാര്യം കേട്ടോ, എനിക്ക് ഈ കങ്കലിന്റെ കൊര ഭയങ്കര ഇഷ്ടാട്ടോ. നിങ്ങൾ അവരുടെ ബാസ് ശ്രദ്ധിച്ചോണേ. ധ്രുവ ഇങ്ങനെ കുറച്ചേരാ. കേട്ടോ, കങ്കലിന്റെ ആ ഒരു കൊരയ്ക്കൊരു ഗാംഭീര്യമുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഞാൻ പറഞ്ഞു പണ്ട് ഞാൻ വീഡിയോ എന്ന് പറഞ്ഞില്ലേ, ആ വീഡിയോയിലുള്ള ഡോഗിന്റെ അവന് ഏകദേശം ഒരു 11 മാസമായിരുന്നു. അതിന്റെ തന്നെ ആ ഗാംഭീര്യമായ സൗണ്ടുണ്ട്. ഇവൻ ഇച്ചിരി നല്ല മെച്യൂറായ ഡോഗാണ്. ഇവന്റെ സൗണ്ടിന്റെ ഗാംഭീര്യത കേട്ടില്ലേ, മാരക ഒരു സൗണ്ടാണ് ഇവർക്ക്. അപ്പൊ അന്നത്തെ എൻ്റെ ഒരു കുഞ്ഞൊരു മൈക്കായിരുന്നു. ആ മൈക്കിൽ സൗണ്ടിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. ഇന്നത്തെ ഈ മൈക്കിലെ സൗണ്ട് ഒന്നുകൂടെ കുറച്ച് കുറയ്ക്കാൻ കൊട്ടെ, തകർക്കാൻ കൊട്ട്, വിരട്ടാൻ കൊട്ട്, വിരട്ടടാ. ദേഷ്യം അവന് ദേഷ്യം കയറിയുണ്ട് അവന് അല്ലേ? അത് തന്നെ. ഒന്നും കൂടെ വിരട്ടാൻ കൊട്ട്. ജിന്നി വന്നറാ. പിന്നെ നീ വന്നേ, കൂടെ വിളിക്കുന്നില്ല. ഇല്ല, നീ വന്നേ, വാ ചെല്ലടാ. ഒന്ന് മൈക്കിൽ കൈ പിടിച്ചാൽ മതി. ഒന്ന് അടുത്തേക്ക് വാ. കൂടെ വിളിക്കുന്നില്ല. അവിടെ നിന്നോ, നിങ്ങൾ വന്നാണി. ജോമന തയ്യാണെന്ന് നിങ്ങൾ പറഞ്ഞ ചെയ്യും, കുഴപ്പമില്ല. നിങ്ങളുള്ള എന്റെ ധൈര്യത്തിൽ ഞാൻ പോകുന്നു.
പൊടിയിട്ടില്ലേ? നല്ല ഫീലല്ലേ? നല്ല ഫീൽ, അടിപൊളി സാധനം. അല്ല ഒരു പ്രത്യേക ഫീൽ അല്ലേ? ആ കൂട്ടിലാന്നുള്ള ധാരണ ഉള്ളതുകൊണ്ട്. എടാ ഹലോ തോട്ടേട്ടായി ഈഗോ അടിച്ചവന്, അവന് ഈഗോ അടിച്ച്. എടാ ഈഗോക്കാരാ, ഈഗോ അടിച്ചു എനിക്ക്. ഈഗോ അടിച്ചേട്ടായി. എന്താണ് ഞാൻ തിരിച്ചു പിടിച്ചു? നീ എന്നെ കടിച്ചാൽ നിന്നെ ഞാൻ തിരിച്ചു പിടിക്കടിക്കും കേട്ടോ. നീ എന്നെ കടിച്ചാൽ ഞാൻ തിരിച്ചു പിടിച്ച് കടിക്കും. പറഞ്ഞോ കേട്ടോ. ഒരു രഹസ്യം പറയട്ടെ, ഒരു രഹസ്യം പറയട്ടെ. ഇങ്ങ് വന്നേ. എടാ ഇവിടെ വാടാ. നിനക്ക് കുറെ കാമുകിമാരുണ്ടെന്നൊക്കെ കേട്ടല്ലോ. അപ്പോൾ സ്റ്റെഡ് മൈലാട്ടോ. പിന്നെ ഓരോ കാമുകിമാരൊക്കെ ഉണ്ട്. ഓടി വന്ന് കൊച്ചും കൂടി വന്ന് കയ്യെ പിടിക്കരുത്. ചേട്ടാ തൊട്ടോട്ടെ ഏട്ടായി തൊട്ടോട്ടെ. എൻ്റെ തൊടലേറി മാറിയെന്ന 10 വയസ്സ്. എടാ നിന്റെ കൂട്ടുകാരി എന്നെ കടിച്ചായിരുന്നു കുറച്ച് മുമ്പേ. ഒരു 10 മിനിറ്റ് മുമ്പ് കടിച്ചായിരുന്നു കൂട്ടുകാരി. ഇവൻ്റെ കുട്ടിയല്ലടാ. ഇതിൻ്റെ അബുവിൻ്റെ അപ്പനാണത്. അത് ശരി. ഞാൻ നമ്മുടെ അബു എന്ന് പറഞ്ഞ ഡോഗില്ലേ നമ്മൾ അങ്ങനെ അതിൻ്റെ അപ്പനാണ് കേട്ടോ. അപ്പോൾ 10 ഗുണം 10 ഗുണം എന്ന് പറഞ്ഞ അവസ്ഥയാണ്. പിന്നെ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇവളുടെ കൂട്ടുകാരെന്ന് ഉദ്ദേശിച്ചത് മറ്റേ ടിബറ്റൻ. ഇവരൊക്കെ ഒരേ ഇതാണ് അവരുടെ കേജ്. ഇതൊരു വീട് പോലെയാണ്. ഇവർ കൂടല്ല, കേജല്ല, അതിനുള്ളിലാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് എടുക്കാനാണ് ആദ്യം പ്ലാൻ ചെയ്തത്. പിന്നെ അതിനുള്ളിൽ ഇരുട്ടായതുകൊണ്ട് ഒരു വെട്ടക്കുറവായതുകൊണ്ട് പുറത്തേക്ക് കിട്ടുന്നത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് കാണാനൊരു ഗംഭീരത്തിന് ഇട്ടോ. അപ്പം അയ്യോ എൻ്റെ പേര് വീണ്ടും ധ്രുവ്. ചോദിക്കട്ടെ ചേട്ടായി, ഒരു കാര്യം ചോദിക്കട്ടെ. എന്താ ദേഷ്യം കണ്ടോ? മുഖം പോ നോക്ക്. എന്താ ദേഷ്യം? എന്താ ഇത്ര ദേഷ്യമാണ്? പിന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് അറിയില്ലേ പറഞ്ഞുതരാം. ഏറ്റവും കൂടുതൽ ലോകത്ത് ബൈറ്റ് ഫോഴ്സുള്ള ഡോഗാണ് കങ്കൽ. കങ്കലിൻ്റെ ഞാനൊരു പണ്ടത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. കങ്കലിൽ ബൈറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ 650 മേലേക്കാണ്. ഏകദേശം 850 വരെ ബൈറ്റ് ഫോഴ്സ് ഉണ്ട്. നമ്മുടെ സിംഹത്തിന് ഏകദേശം ഈ ഒരു അതായത് സിംഹം കഴിഞ്ഞാൽ ഉള്ള ബൈറ്റ് ഫോഴ്സ് ഇങ്ങനത്തെ ജീവികളുണ്ടല്ലോ, ഈ പുലി, കടുവ അങ്ങനെയൊക്കെ ആയിക്കോട്ടെ, അങ്ങനെയുള്ള സാധനങ്ങളിൽ ഏറ്റവും കൂടുതൽ ബൈറ്റ് ഫോഴ്സ് ഉള്ളൊരു ജീവിയാണ് കങ്കൽ എന്ന് പറഞ്ഞ ഈ ഇനം കേട്ടോ. അവർക്ക് അത്രയും ബൈറ്റ് ഫോഴ്സ് ഉണ്ടാവും. നമ്മുടെ കയ്യും കല്ലും എന്താ പറയുക തുടയിലൊക്കെ പൊട്ടിപ്പോകാനുള്ള അത്രയും ബൈറ്റ് ഫോഴ്സ് ഉള്ള ഡോഗാണ് കങ്കൽ. സിംഹം കഴിഞ്ഞാൽ കേട്ടോ. ഞാൻ സിംഹത്തിന് അത്രയും ഞാൻ പറഞ്ഞില്ല, സിംഹം കഴിഞ്ഞാൽ. എന്തായാലും നമ്മുടെ സിംഹമൊക്കെ നോർമൽ ചെറിയ സിംഹങ്ങൾ കടിക്കുന്നില്ലേ, ആ ഒരു ബൈറ്റ് ഫോഴ്സ് സിംഹമാർക്കുണ്ട്. അപ്പോൾ പിടിച്ചാൽ അമ്മമാരെ പിടുത്തായിരിക്കും പിടിക്കുക. അല്ലേ? അല്ലേ? ഒരു വന്നത് നിങ്ങൾക്ക് സ്ലോ മോഷൻ കാണിച്ചില്ല കേട്ടോ. ഇവിടെ ഞാൻ കൈവച്ച് അവർ ഇവിടേക്ക് വരുന്ന പ്രദേശം നോക്കുമ്പോൾ നേരെ ആശാൻ മേലേക്ക് വന്നു. എന്താണിത്? എടാ ഭീകരാ, തൊട്ട് നോക്കട്ടെ ഏടായി. ഞാനും പിടിച്ചാൽ കടിക്കട്ടെ തന്നെ, ഞാനും തിരിച്ചാൽ കടിക്കട്ടെ തന്നെ. ഞാനും കടിക്കട്ടെ തന്നെ. ഒരു ഉമ്മാരട്ടെ, ഒരു ഉമ്മാരാവോ? ചെവി കടിക്കരുത്. അത് തന്നെ. അവൻ്റെ ശ്വാസം ഇങ്ങോട്ട് അടിച്ചിട്ട് വരെ നമ്മുടെ മുഖമൊക്കെ ഇങ്ങനെയായി. കേട്ടോ, അവൻ അത്രയും പവറിലാണ്. അതാണ് അവൻ ഇത് പറ്റി ആ ശ്വാസം അടിച്ചിട്ട് വരെ എൻ്റെ മുഖം ഇങ്ങനെ ക്ണേന്നായിപ്പോയി. അല്ലേ? ശരിയാക്കട്ടെ തന്നെ. എന്താ അപ്പോൾ കങ്കലൊക്കെ നേരിട്ട് കണ്ടോ. ഇത് നമ്മുടെ പ്രേക്ഷകർക്ക് അങ്ങനെ എപ്പോഴും കാണാൻ പറ്റുന്ന സാധനമല്ല കങ്കൽ. കേട്ടല്ലോ, ഇതാണ് കങ്കൽ കേട്ടോ. നേരിട്ട് കണ്ടു. നമ്മുടെ അബുവിൻ്റെ അച്ഛനാണെന്നാണ് ഇവർ പറഞ്ഞത്. ചിലപ്പോൾ വീഡിയോ വരുമ്പോൾ എന്തായാലും ബാക്കി അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ചിലപ്പോൾ ആൾക്കാർ ഇപ്പോൾ അബുവിൻ്റെ ചേട്ടനുണ്ടല്ലോ, മറ്റേ പ്രമോദേട്ടൻ, പുള്ളിയൊക്കെ ചിലപ്പോൾ കമൻറ്റ് ചെയ്യുമായിരിക്കും. തൊടുപുഴയുള്ള ഇവരുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് നിന്ന് കൊണ്ടുവന്ന ഡോഗാന്നാണ് പറഞ്ഞത്. അപ്പം മെയിൽ ഇതാണ്, സ്റ്റഡ് മെയിലാണ് ഇവൻ. അപ്പോൾ എനിക്ക് തോന്നുന്ന കങ്കൽ എല്ലായിടത്തും ഉള്ള ബ്രീഡല്ല. ടിബറ്റിനും അതുപോലെ തന്നെ എല്ലാ ആൾക്കാരുടെ അടുത്തും ഇല്ല. പിന്നെ ഇവിടെ ആരോ നമ്മൾ ഇതിനിടയ്ക്ക് എവിടെ നിന്നും ഒരു ടിബറ്റൻ്റെ ഒരു ചലഞ്ച് എനിക്ക് ഇന്നാൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് പിന്നീട് അവർ കോൺടാക്ട് ചെയ്തിട്ടില്ല കേട്ടോ. ഒരു പ്രാവശ്യം അവരെ നിങ്ങൾ കോൺടാക്ട് ചെയ്തോ, ഞാൻ എഗ്രി പറഞ്ഞു. പിന്നെ അവർ മെസ്സേജോ കാര്യങ്ങളൊന്നും കണ്ടില്ല. ഞാൻ തിരിച്ചൊരു മെസ്സേജ് അയച്ചു നോക്കിയിട്ട് അവരൊന്നും റിപ്ലൈ ഒന്നും തന്നില്ല. പിന്നെ ഞാൻ സ്കിപ്പ് ചെയ്ത് പോയി. ഒരു 1.5 കൊല്ലം മുന്നേ കേട്ടോ. അപ്പോൾ അല്ല അബൂന്ന് നീ വന്നേ. ചേട്ടൻ ഒന്ന് പുറത്തിറക്കട്ടെ. കഴിഞ്ഞ പ്രാവശ്യം ഇതേ കൂട്ടി തന്നെ പുറത്തിറക്കാൻ നേരത്താണ് കടി കിട്ടിയത്. ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറഞ്ഞാൽ വേണ്ട, ഈ കടീൻ്റെ ഡീറ്റെയിൽ അറിയണമെങ്കിൽ എന്തായാലും നിങ്ങൾ മറ്റേ വീട് എടുത്ത് കാണണം. ഇതിൽ ഞങ്ങൾ ഡീറ്റെയിൽസ് ഒന്നും പറയില്ല, അത് ഉറപ്പാണ്. അതൊരു കടി 1.5 കടിയായിരുന്നു കേട്ടോ.
നല്ലൊരു കടിയായിരുന്നു. ഇനി കങ്കലിൻ്റെ കടി അല്ലേ, കങ്കലിൻ്റെ കടി. നിൻ്റെ മോനുണ്ടല്ലോ എന്നെ ഒന്ന് ഒരു ദിവസം പറപ്പിച്ചാൽ അവിടെ നിന്ന്, മനസ്സിലായോ? നിൻ്റെ മോന് അപ്പൻ്റെ സ്വഭാവമാണോ മോന്? മോൻ്റെ എന്താ ഓടൊക്കെ പൊളിച്ചു. ഇവന് എണ്ണിച്ചുണ്ടല്ലോ ഈ ഓടിനേക്കാൾ ഹൈറ്റ് കിട്ടോ, ഇതിനേക്കാൾ ഹൈറ്റ് ഉണ്ട്. ഇപ്പോൾ എണ്ണിച്ചപ്പോൾ കണ്ടില്ലേ എത്ര ഹൈറ്റാണ്. ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മളെക്കാൾ ഒരടി ഹൈറ്റിലാണ് ഈ കൂടിയിരിക്കുന്നത്, മാക്സിമം ഒരു അടി കേട്ടോ. ഒരടി ഹൈറ്റ് കൂടിയിരിക്കുന്നു. അവൻ എണീറ്റപ്പോൾ തന്നെ ഈ ഹൈറ്റ് വരെ എത്തി. എന്നിട്ട് തല പോയിട്ട് ഓടടിച്ചു. ആ ഓടിൻ്റെ തുമ്പെന്ന് പറഞ്ഞാൽ മേലെയാണ്. അപ്പോൾ ഈ ഹൈറ്റിൽ എത്തി. അപ്പോൾ നമ്മളെടുത്ത് നിന്ന് കഴിഞ്ഞാൽ അല്ലേ നമ്മളിങ്ങനെ വന്നാൽ ഇങ്ങനെ ഉണ്ടാവില്ലേ, എത്ര ഉണ്ടാവില്ലേ, മുഖം ഇങ്ങനെ വരുന്നുണ്ടല്ലേ. ഇങ്ങനെടാ ഇതാ ഇവിടെ വന്ന് വിരലെ പിടിച്ച് കടിക്കരുത്. എന്താണ് ഇവിടെ നിങ്ങളെൻ്റെ മോൻ്റെ അടുത്ത് പോയതുകൊണ്ട് ഞാൻ മോനെ വിചാരിച്ച് നിങ്ങൾ ഞാൻ വെറുതെ വിടുന്നു എത്ര നേരം കൂട്ടിന്ന് കാണിച്ചേ. ഇപ്പം പട്ടി കടിച്ചില്ലെങ്കിലും കമ്പി കുത്തി ചെത്തണം. ഇല്ല ഇതിങ്ങനെ കേട്ടെ, ഈ കമ്പി എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. വാ വന്നേ എടാ, കൊണ്ടുവരരുത്, ഇറങ്ങി ഓടരുത്. അത് തന്നെ വിളിച്ചു നടത്തി കൊണ്ടുപോയാലോ ചേട്ടായി. ഒന്ന് വയനാട്ടിലൊക്കെ കൊണ്ടുപോട്ടെ. നമുക്ക് വയനാട്ടിൽ പോയിട്ട് കുറച്ച് മാനിനൊക്കെ പിടിക്കാണ്ട് കേട്ടോ. കുറച്ച് മാന്, കുറച്ച് എന്താ പറയുക, അടങ്ങിയിരിക്കുമെന്ന്. നീ എന്തിനാണ് ഈ കച്ചറ? എന്തിനാണ് ഇത്ര കച്ചറ? എന്തിനാണ് എൻ്റെ കൊച്ചിച്ചിരി കച്ചറ? എവിടെ ഇരുന്നേ കൊച്ചു? ഒരു 2 കാൾ സംസാരിക്കട്ടെ. ഇവിടെ ഇരുന്നേ. നമ്മുടെ ഈ വീഡിയോയിലേ നിന്നെ കുറച്ച് എല്ലാവരും കാണട്ടെ. ഒരു ഉമ്മയൊക്കെ തരട്ടെ ചേട്ടായി. ഇങ്ങനെ ഒരു ഉമ്മ വരാം. ഇവിടെ വാടാ, ടീച്ചറെ പിന്നെ പിടിക്കാം. ഇങ്ങ് വന്നേ ധ്രുവ്, ഇവിടെ വന്നേ. ഞാൻ വരുന്നേ ഷുട്ടുമണി വന്നേ എൻ്റെ കൊച്ച്. വാ ഇവിടെ വാടാ. ഇവിടെ വാടാ. ആ മുഖം ഒന്ന് അവരൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തേ. വന്നേ പോവല്ലേ. പിന്നെ വേറെ കാര്യം കേട്ടോ, യുവമാരെ ഞാൻ അഥവാ ഈ ഡോഗിനെ ഞാൻ പുറത്തിറക്കി നടത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇവരുടെ ആ ഒരു നടത്തത്തിൻ്റെ ഒരു ഫീൽ നിങ്ങൾ കാണണം. ഞാൻ പ്രത്യേകം എടുത്തുകൊണ്ട് നിങ്ങൾ ആ ഒരു ഫീലാണ് ഇവർ. എനിക്ക് നമ്മൾ വീഡിയോയിലൊക്കെ നമ്മളല്ല വേറെ ആൾക്കാരുടെ വീഡിയോയിലൊക്കെ നമ്മൾ പുറത്തുള്ള മറ്റേ തുർക്കി അങ്ങനെയുള്ള സ്ഥലത്ത്, ഇത് തുർക്കിയാണ്. ഇവർ തുർക്കിയല്ലേ ഇവർ യഥാർത്ഥ ഒറിജിൻ അല്ലേ? തുർക്കിഷ് കങ്കൽ, അതെ അങ്ങനെയാണ്. തുർക്കിയാണ് ഇത് യഥാർത്ഥ ഒറിജിൻ കേട്ടോ, ഇവരുടെ ആ രാജ്യമാണ്. അപ്പോൾ ഇവനൊന്നും ചുമ്മാ ഒന്ന് പുറത്തിറക്കി നടത്തി അല്ലേ? മഴ അറിയില്ല ഇവന് തുർക്കിയാണെന്നല്ലേ. വാ പോയാലോ നമുക്ക്. ചില കൊണ്ടോട്ടെ. ഓണറത് അവിടെ കേട്ടോ. എവിടെ? ഇവിടുന്ന് ഏകദേശം ഒരു 30-40-30 മീറ്റർ ഉണ്ടാവും. 10-15 മീറ്റർ ഉണ്ടാവും. ആളെ കണ്ടു കഴിഞ്ഞാൽ എന്നാൽ ആളങ്ങ് മാറിയെന്നു. അതായത് ഇവിടെ പറഞ്ഞെന്ന് പറഞ്ഞാൽ ആളെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പം അവന് ഇച്ചിരി ഹാപ്പിയാന്ന് പറഞ്ഞു. അപ്പോൾ ആൾ വേണ്ട മുമ്പിൽ. ഞാനോർത്ത് ആളെ കണ്ടു കഴിഞ്ഞാൽ ധൈര്യം ഇച്ചിരി കൂടുമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ആളെ കണ്ടില്ലെങ്കിൽ ധൈര്യം കൂടും അവന്. ബാ പോവാ നമുക്ക്. കൊച്ചിനെ കൊണ്ടോട്ടെ ഏട്ടായി, കൊണ്ടോട്ടെ. ഇത് ഇട്ടിട്ട് കയ്യെ പിടിക്കരുത്. അയില എടാ കയറടാ, ഇരട്ടടാ. കങ്കല് നടത്താക്കണം കേട്ടോ. ഇത് പിടിച്ചോണ്ട് പോയവന്മാരങ്ങോട്ട്. പിന്നെ ഇവരുടെ രീതി ഇങ്ങനെ കേട്ടോ, നമ്മൾ ഇവരുടെ കാലെന്താ അങ്ങനെ ഇരിക്കുന്നത്, കൈ എന്താ അങ്ങനെ ഇരിക്കുന്നതാരും ചോദിച്ചേക്കരുത്. ഇവരിങ്ങനെയാണ്. നമ്മളൊന്ന് പിടിച്ചാൽ നിൽക്കൂല കേട്ടോ. ഇവർ ശരിക്കും നിങ്ങൾ ബോഡി വെയിറ്റ് കുറയ്ക്കുന്നതാണോ, അങ്ങനെയാണോ അതോ കുറച്ച് നിർത്തിയേക്കുന്നതാണ്? പിന്നെ ഇങ്ങനെ കേട്ടോ ഇരിക്കുന്നത്. നമ്മൾ കണ്ടില്ലേ നിങ്ങൾ ചില തുർക്കി വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഈ തുർക്കിയാണല്ലോ ഇവരുടെ മെയിൻ ഒറിജിൻ അല്ലേ? ഓഹോ ശരി. അതുപോലെ അല്ല, അതായത് ടിബറ്റിനെ പോലെ അല്ല. അവരങ്ങനെയാണല്ലോ അല്ലേ? മറ്റേ ഈ ആട് മേയ്ക്കാൻ കൊണ്ടുവന്നൊക്കെ സംഭവമാണ്. അതായത് ചെന്നായ്ക്കളെ പിടിക്കുക ഈ ആടിൽ. തുർക്കിയിലൊക്കെ ഇവരെ ഈ കങ്കലിന് ഉപയോഗിക്കുന്ന പറഞ്ഞാൽ ഈ ആട് മേയ്ക്കുന്ന ആൾക്കാർ, അവരുടെ നാടൻ രോഗം അല്ലേ ശരിക്കും പറഞ്ഞാൽ? തുർക്കിയിലെ നാടൻ ഞാൻ നാടൻ വെച്ചാൽ നമ്മുടെ ഇവിടെ കാണുന്ന നാടൻ നല്ല. പക്ഷെ ആ നാട്ടിൽ സുലഭമാണ് ഡോഗ് തുർക്കിയിൽ. ഇപ്പൊ എനിക്ക് തോന്നുന്നു തുർക്കിയിൽ ഡോഗിനെ പുറത്തേക്ക് വിടുന്നില്ല അങ്ങനെ. അല്ലല്ല, അപ്പൊ നമ്മുടെ ജർമ്മൻ റോട്ടൊക്കെ പോലെ ക്രിയേറ്റ് സാധനം അല്ല. ഓ ശരി. അപ്പൊ അത് ഒരു പുതിയ അറിവാണ് കേട്ടോ. എനിക്കൊരു പുതിയ അറിവാണ്. ഇവർ പറഞ്ഞാൽ മനസ്സിലായോ?
ഇത് ഇൻഡിപെൻഡൻറ്റ് ഡോഗാണ്. നമ്മളിവിടെ കാണുന്ന മിക്ക ഈ ഡോഗ് അർജുനും ആയിക്കോട്ടെ, ഏത് ഡോഗ് ആയിക്കോട്ടെ, ഇപ്പോൾ അമേരിക്കൻ പുള്ളിയോ അല്ലെങ്കിൽ എന്നാ ഈ റോഡ് വീലറോ മിക്ക ഡോഗുകളും ഓരോ ഡോഗുകളിൽ നിന്ന് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യിച്ച് ആ ഒരു ബ്രീഡിനെ ആക്കിയെടുത്താണ്. എനിക്ക് തോന്നുന്നത് ഇപ്പം നമ്മുടെ ജർമ്മൻ ആയിക്കോട്ടെ, റോട്ട് ആയിക്കോട്ടെ, അതിൻ്റെയൊക്കെ ഒരു പാരമ്പര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 2000 അങ്ങനെയൊക്കെ വർഷത്തിന് താഴെ ആയിരിക്കും അല്ലേ? അത്ര ഉണ്ടാവില്ല, അത്രേ ഉണ്ടാവുള്ളൂ. ടിബറ്റനാണെങ്കിലും ഇതുപോലെ തന്നെ ഒരു ഉണ്ടായി വന്നിട്ടുള്ള ബ്രീഡാണ്. ടിബറ്റൻ എന്ന് പറഞ്ഞാൽ 3 ടൈപ്പ് ഉണ്ട്. ഹിമാലയൻ ഭാഗത്ത് ഗഡ്ഡിക്കുത്താന്ന് പറയും, ബക്കറിവാല്, അതുപോലെ ടിബറ്റൻ. ഓരോരോ ഭാഗങ്ങൾക്ക് ഒരു ഇന്ത്യൻ ടച്ചുള്ള ഒരു ബ്രീഡാണ് അത്. ഓ ശരി. അതിന്റെ ഒരു വേറൊരു എന്താ പറയാ, ഇപ്പൊ ബൾക്ക് വെച്ച് സൈസ് വെച്ച് നോക്കുവാണെങ്കിൽ അതിന്റെ വേറൊരു പതിപ്പ് ഇവര്. പക്ഷെ ഇവർക്ക് ഈ ഇങ്ങനത്തെ ഒരു പർപ്പസ് മെയിൻ ആയിട്ട് വരുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ വൂൾഫിനെ വേണ്ടിട്ടും അതുപോലെ തന്നെ ചെറിയ പുലികള് അതിനൊക്കെ 4 മതി പിടിക്കാൻ വേണ്ടിട്ട്, സിംഗിള് മതി. അപ്പൊ അങ്ങനത്തെ ഒരു പർപ്പസിന് വേണ്ടിട്ട് അങ്ങനെ ഉണ്ടായി ഡോഗാണ്. അപ്പം ഇതൊക്കെയാണ് അവസ്ഥ. ഇപ്പൊ കണ്ടില്ലേ, ആള് ഒരു തരം ജീവിയാണെന്ന് പറഞ്ഞ പോലെ ഒരു തരം ജീവിയാണ് ഇവര്. അവൻ്റെ ആ നോട്ടം തന്നെ കാണുമ്പോൾ കണ്ടില്ലേ നമുക്കൊരു ഭയങ്കര ഇതാ. അതായത് അതന്നാ മറ്റേ അവരും പറഞ്ഞു, അവരുമായിട്ട് ആ ചേച്ചിയൊക്കെ ആയിട്ട് ഭയങ്കര സംഭവമാണ്. നിൽക്കും. പപ്പീസിനൊക്കെ ഏകദേശം എത്ര റേറ്റ് വരുന്നുണ്ട് ഇതിനൊക്കെ? അല്ല ഞാൻ പറഞ്ഞ ഒരു ഊഹം. ഇപ്പൊ ഇന്ത്യൻ മാർക്കറ്റിൽ എത്ര റേറ്റ്? ഒരു ഒന്നിന് മേലൊക്കെ വിലയില്ലേ? വിലയില്ലേ? അല്ല എനിക്ക് മനസ്സിലായി. അവരുടെ ഞാൻ ചോദിച്ചതെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രേക്ഷകർക്ക് ഈ സാധനമൊക്കെ വാങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇത് എത്രയാവും എന്ന് അറിയത്തില്ലല്ലോ. അപ്പോൾ 1 മേലേക്ക് ആവും. പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്കിപ്പോൾ എൻ്റെ ഒരു അറിവാണ്, തെറ്റാണെങ്കിൽ നിങ്ങൾ അതിലാരെങ്കിലും കമൻറ്റ് രേഖപ്പെടുത്തുമായിരിക്കും. ഇപ്പം നമുക്ക് ഇമ്പോർട്ട് ചെയ്തെടുക്കായിരുന്നു ഡോഗുകളെ. ഇപ്പോൾ തുർക്കിയിൽ നിന്ന് ഇവരുടെ ഇത് നാഷണൽ ഡോഗാണ് ഇവരുടെ തുർക്കിയുടെ. ഇപ്പോൾ അവർ ഈ ഒരു ബ്രീഡിനെ അവിടുന്ന് ഇപ്പോൾ അവർ പുറത്തേക്ക് പപ്പീസിനെ വിൽക്കുന്നില്ല. അത് ഉണ്ടാകാൻ പറ്റില്ല നമുക്ക്. ഇതിനെ ആദ്യം പോയിട്ടുണ്ടാവുമല്ലോ, ഇവർ നിയമം സ്ട്രോങ് ആക്കുന്നതിന് മുന്നേ. ഇതൊക്കെ അതിന് മുമ്പ് വന്നാണ് ഇവരുടെ. അതായത് ഇപ്പം നിലവിൽ അവിടെ നിന്ന് ഞാൻ അന്വേഷിച്ചാൽ വേറെ ടീമിന് വേണ്ടി. അപ്പോൾ അവർ ആ ടർക്കിയിൽ നിന്ന് ഒരു കുഞ്ഞിനെ ഇതുപോലെ നമുക്ക് അവിടെ നിന്ന് പുറത്തേക്ക് അവർ സെയിൽ ചെയ്യില്ല. അവർ ഇത് കൊടുക്കൂല, ക്ലിയറൻസ് കൊടുക്കൂല. പിന്നെ കള്ളക്കടത്ത് മുഖേന കൊണ്ടുവരേണ്ടി വരും. വേറെ സ്ഥലത്തേക്ക് കൊണ്ടുവന്നിട്ട് ടർക്കിയുടെ അയൽ രാജ്യത്തേക്ക് കൊണ്ടുവന്ന് ആ അയൽ രാജ്യത്ത് നിന്ന് നമ്മളിങ്ങനെ എല്ലാ അർമേനിയയ്ക്കും അങ്ങനെയൊക്കെ കൊണ്ടുവന്നിട്ട് പിന്നെ അവിടെ നമ്മൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരേണ്ട അവസ്ഥ. ഇപ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥ. അപ്പോൾ എന്തായാലും ചലഞ്ച് തീർന്നിട്ടില്ല. വേറൊരു ചലഞ്ച് ഞങ്ങൾക്ക് ഉടനെ വരാനുണ്ട്. അത് മച്ചാനെ ഇത് ഡോഗായിരുന്നു, ബെൽജിയം. അതിനെ അവർക്ക് കൊടുത്തു. ഞാൻ പപ്പി ആയിരിക്കുമ്പോൾ എൻ്റെ വീട്ടിലുണ്ടായ ഒരു കുട്ടിയെ കൊടുത്ത്, അതൊരു 45 പ്രഗ്നന്റ് ആയിട്ട് 45 ദിവസമായിരിക്കുമ്പോൾ ചെവിട് കടിച്ചെടുത്തോളൂ. അത് ശരി. ടെററാണ്. ഞങ്ങൾ ഇതുപോലത്തെ സാധനത്തിന് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ പോയായിരുന്നു, വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. ഒരു കാറിൽ നിന്ന് ഇറക്കാൻ നമുക്ക് പറ്റാതെ വന്ന ഡോഗില്ലേ, ആ ടൈപ്പ് സാധനത്തിൻ്റെ വച്ചാൽ പറയുന്നത്. അത് നല്ല ടെററാണ് അല്ലേ? അതിന് എത്ര വയസ്സായി ഇപ്പോൾ? അവൾക്ക് ഒരു 3 വയസ്സായി. അത് നമ്മൾ ഉടനെ നമ്മൾ ആ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇത്രയൊക്കെ പോരെ? വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ മച്ചാൻ നമ്പർ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട്, ഇതിൻ്റെ അടിയിൽ കൊടുക്കാം. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ട് മച്ചാനെ വിളിക്കുക. നമ്മുടെ പേര് വിട്ടുപോയി, അഖിൽ. നമ്മുടെ പേര് വൈഷ്ണവിനെ നമ്മൾ നേരത്തെ കാണിച്ചില്ലേ? ഇവരൊക്കെ ഫസ്റ്റത്തെ വീഡിയോയിൽ ഉണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് കണ്ടവർക്കറിയാം. അപ്പോൾ എന്തായാലും കങ്കലിനെ നമ്മൾ ഒരു ബൾക്ക് എന്താ പറയുക മാസ്റ്റിഫ് ഡോഗിനെ നമുക്ക് ഒറ്റ ഫ്രെയിമിൽ നിങ്ങൾക്ക് കാണാൻ പറ്റി. നമ്മുടെ ലീസ് ടോക്സ് ചാനലിൽ എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കണ്ടിന്യൂ ആയിട്ട് ഈ 3 കൂടെ ഒരുമിച്ച് വരുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും കിടുവാണ്. ഒരു കടി കിട്ടിയിട്ടാണെങ്കിലും ഇതിൻ്റെ അല്ല നേരത്തെ ഇത് ഒരു ദിവസം എടുക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കടീൻ്റെ കാര്യം പറഞ്ഞത് കേട്ടോ. അപ്പോൾ അതും കഴിഞ്ഞ് കിട്ടി. അപ്പം ഒരു ടാറ്റ കൊടുത്തേക്ക്. അപ്പം ബൈ.